ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളിനെ കാണാൻ പാണക്കാട് തറവാട്ടിൽ നമ്മുടെ ആര്യാടൻ ഷൗക്കത്ത് എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ലീഗിൻ്റെ അനുപമമായ പിൻബലം ഈ വിജയത്തിന് പിന്നിലുണ്ട് എന്നുള്ളത് നേരാണ്. ആദ്യമൊക്കെ പി വി അൻവറിനോട് ഇത്തിരി താല്പര്യം ലീഗ് പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും മത്സരം മുറുകിയപ്പോൾ പൂർണ്ണമായും UDFിൻ്റെ പിന്നിൽ മുസ്ലിം ലീഗ് നിൽക്കുകയായിരുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മധുരം വിളമ്പുകയാണ് ആര്യാടൻ ഷൗക്കത്തിന്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു നിയുക്ത MLA മധുരം നുണയുമ്പോൾ ഒരുപക്ഷെ വലിയ തെരഞ്ഞെടുപ്പിൻ്റെ യുദ്ധം അവസാനിച്ചതിൻ്റെ സന്തോഷം കൂടി ആ മുഖത്തുണ്ടാകും. ഷഹദ് റഹ്മാൻ പാണക്കാട് തറവാടിനുള്ളിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. PK ബഷീറും മധുരം നുണഞ്ഞ് ഒരുപാട് കൊടുക്കണ്ട, ഷുഗറിൻ്റെയൊക്കെ കംപ്ലൈൻറ്റ് കാണും. ഒക്കെ നമുക്കൊപ്പം ചേരുകയാണ് ഷഹദ് റഹ്മാൻ. പറയൂ ഷഹദ്. എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അത് നമുക്കറിയാം, നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടമായിരുന്നു. ഏറ്റവും ഒടുവിൽ ആ പോരാട്ടം ഇപ്പോൾ ഒരു മധുരത്തിൽ ഇപ്പോൾ അവസാനിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം മിന്നുന്ന വിജയം കാഴ്ചവെച്ചുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് തിരുവനന്തപുരത്തേക്ക് കയറാൻ പോവുകയാണ്, അല്ലെങ്കിൽ നിയമസഭയിലേക്ക് വരാൻ പോവുകയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ പാണക്കാടെത്തി തങ്ങളെ കാണുകയും ഒപ്പം തന്നെ ലീഗ് നേതാക്കളെ കാണുകയും അവരുടെ നന്ദി അറിയിക്കുകയും ചെയ്യാനായിട്ട് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാം, സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഈ കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ പാണക്കാട് വരികയും അതുപോലെ തന്നെ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ കാണുകയും ചെയ്യുന്നത് പതിവാണ്. ഒപ്പം തന്നെ ഇത്തരത്തിൽ വിജയിച്ച് കയറുന്ന ഘട്ടത്തിലും ഇത്തരത്തിൽ പാണക്കാട് കുടുംബത്തെ കാണുകയും ഇത്തരത്തിൽ അവരുടെ നേതാക്കളെ കണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങുന്നതും പതിവാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത്, നമുക്കറിയാം നിലമ്പൂരിൽ തീ വാറുന്ന പോരാട്ടമായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ അതായത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് ആര്യാടൻ ഷൗക്കത്ത് തങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് എന്ന ഒരു ലാബിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൗക്കത്ത് എന്നായിരുന്നു ലീഗ് നേതാക്കളൊക്കെ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്രയും അധികം വലിയ രീതിയിലുള്ള മുൻപൊന്നും കാണാത്ത വിധത്തിലുള്ള വലിയൊരു കെട്ടുറപ്പോടു കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ലീഗ് അണികളും ഒപ്പം തന്നെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ ഒരു അഭിമാന പ്രശ്നം കൂടിയായിരുന്നു. ആ രീതിയിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ പാണക്കാട് എത്തുന്നതിന് ഇതിനൊരു രാഷ്ട്രീയ മാനം കൂടി കൈവരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയാണ് ഇപ്പോൾ ഷൗക്കത്ത് കാണുന്നത്. ഒപ്പം തന്നെ മുസ്ലിം ലീഗിലെ മറ്റ് നേതാക്കളും ഇവിടെയുണ്ട്. കൂടാതെ അണികളും വലിയ രീതിയിൽ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. PK കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ ആദ്യം തീരുമാനിച്ചിരുന്നു. പക്ഷേ ചില ഔദ്യോഗിക പരിപാടികളുടെ ഭാഗമായിട്ട് PK കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്താണ് ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് മധുരം നൽകിയിരിക്കുന്നു. അതായത് മികച്ച വിജയം നേടിയതിൻ്റെ ഭാഗമായി സന്തോഷ സൂചകമായിട്ട് ഇപ്പോൾ മധുരം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ലീഗിലെ മറ്റ് നേതാക്കളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് താനും. എന്തായാലും അല്പസമയത്തിനകം ഇപ്പോൾ സ്വകാര്യ സംസാരവും അതുപോലെ തന്നെ മറ്റ് നടപടിക്രമങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി ഇതിന് തൊട്ട് പുറകെ തന്നെ ആര്യാടൻ ഷൗക്കത്തും ഒപ്പം തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും മാധ്യമങ്ങളെ കാണും, സന്തോഷം പങ്കുവെക്കുകയും ചെയ്യും. ഇതിനുശേഷം ആര്യാടൻ ഷൗക്കത്ത് സിവിൽ സ്റ്റേഷന് സമീപത്ത് ആദിവാസികൾ നടത്തുന്ന സമരമുണ്ട്. ആ സമരത്തിൽ പങ്കെടുക്കാനാണ് പോവുക. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്ത് പാണക്കാട് തറവാടിലെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി അദ്ദേഹം മധുരം പങ്കുവച്ചു. എന്തായാലും ലീഗിൻ്റെ അനുപമമായ പിന്തുണയിലാണ് ആര്യാടൻ ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിച്ചു കയറി എന്ന കാര്യത്തിൽ സംശയമില്ല. PV അൻവറിനോടും അല്പം അനുഭാവം കാണിച്ചെങ്കിലും ലീഗ് അതിശക്തമായി UDFിൻ്റെ പിന്നിൽ ഉറച്ചു നിന്നു എന്ന് വേണം കരുതാൻ.